ആ ചോട്ടൂസ് വ്ലോഗില് കാണുന്ന ലിയോ ഇവന്റെ കുട്ടിയാ. ലിയോ ശരി, ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവന്റെ കുട്ടിയാ. പിന്നെ ലേസ് വീഡിയോ കാണുന്ന ആ ഒരു ഫീമെയില് അതുണ്ട്. നമസ്കാരം, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തന്നെ നല്ല കിടിലും ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്സിനെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ ബ്രീഡർ എന്ന് പറയുന്നത് ജിനി ചേട്ടനാണ്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ആലപ്പുഴയിൽ എവിടെയാണ് ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്ന് ചാരിമൂട് എന്ന സ്ഥലം. കായംകുളം ചാരിമൂടും തമ്മിൽ 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ചാരിമൂട് പ്രോപ്പർ ചാരിമൂടാണ് എന്റെ സ്ഥലം. അപ്പം ഈ ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണോ ആദ്യമേ വളർത്തുന്നത്, അതോ അതിന് മുന്നേ വേറെ ഏതെങ്കിലും ബ്രീഡ്സ് വളർത്തിയിട്ടുണ്ടോ? ഇല്ല, ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ് ആദ്യമായിട്ട് വളർത്തുന്നത്. ഇപ്പൊ എത്ര വർഷം ഏകദേശം ജർമ്മൻ ഷെപ്പേർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. 4 വർഷമായി. ഇപ്പൊ നമുക്ക് നിലവിൽ ഇവിടെ എത്ര ഡോഗ്സ് ഉണ്ട്? 6 പേര്. പിന്നെ ഈ സ്റ്റഡ് സർവീസും എല്ലാം ഉണ്ടല്ലോ. സ്റ്റഡും പപ്പീസും ഉണ്ട്, സ്റ്റഡ് സർവീസും ഉണ്ട്. 2 മെയിൽ ഡോഗ് ഉണ്ട്. 2 മെയിൽ ഡോഗ്. ഒന്ന് ഇത്, ഒന്ന് വേറൊരു ഡോഗ്. ഇതിപ്പം നമ്മൾ കൂടെ വീഡിയോയിൽ ഇരിക്കുന്ന ആള് ഇത് ഫീമെയിൽ ആണ്. ഫീമെയില്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഡോഗ്സ് ഉണ്ടല്ലോ, അതിലിപ്പോ ഈ എന്റെ കയ്യിലിരിക്കുന്ന ആളുടെ പേരെന്താ? അത് കാസ്പർ. ഇവനെ എവിടുന്ന് എടുത്തേ? ഊട്ടിന്ന് എടുത്തേ. ഇപ്പം ഇവന്റെ ലിറ്റർ ചെയ്യുന്നുണ്ടോ ഇവിടെ? ഇവന്റെ ലിറ്റർ കിടപ്പുണ്ട്. നമുക്കിപ്പോ വീഡിയോയിൽ കാണിക്കാനായിട്ട് പപ്പീസ് ഉണ്ട്. പപ്പീസ് ഇല്ല, കൺസീവായിട്ട് നിപ്പുണ്ട്. നെക്സ്റ്റ് കൊണ്ടുപോകുന്ന കാണിക്കുമാരെ കാണിക്കാം. അപ്പം ഇവന്റെ പപ്പീസിന് ഏകദേശം എങ്ങനെ റേറ്റ് വരുന്നത്? വിത്ത് ആൻഡ് വിത്തൗട്ട് ഒക്കെ? വിത്തൗട്ട് ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഒരു 15 രൂപ വരും. വിത്തൗട്ട് വിത്ത് കേസ് ആണെങ്കിൽ 25 രൂപ സ്റ്റാർട്ടിംഗ് വരും. പിന്നെ പപ്പീന്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച്, മദറിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പം 2 ഫീമെയിൽ ഡോഗ്സ് ഉണ്ടോ കൺസീവ് ആയിട്ട്? 2 ഉണ്ട്. അപ്പൊ അതിനകത്ത് മദറിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. ഈ നമ്മുടെ ഈ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ ഇപ്പം ലോങ് കോട്ട്, മീഡിയം കോട്ട്, ഷോർട്ട് കോട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ? ലോങ്, മീഡിയം, ഷോർട്ട് എന്നൊക്കെ പറയുന്നത്. ജർമ്മൻ ഷെപ്പേർഡിനകത്ത് മീഡിയം കോട്ട് എന്നുള്ള ഒരു കോട്ട് ഇല്ല. കേസി അംഗീകരിച്ചേക്കുന്ന 2 ലെവലേ ഉള്ളൂ. ഒന്ന് സിംഗിൾ കോട്ട്, ഒന്ന് ലോങ് കോട്ട്. 2 കാറ്റഗറിയേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ സിംഗിൾ കോട്ടും ലോങ് കോട്ടും കൂടെ മേറ്റ് ചെയ്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഹെയർ കുറവുള്ളതിനാണ് മീഡിയം കോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ കേസി ഒരു മീഡിയം കോട്ട് അംഗീകരിച്ചിട്ടില്ല. അത് സത്യത്തിൽ ആൾക്കാരായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് ബുഷ് കോട്ട്, മീഡിയം കോട്ട് എന്നൊക്കെ. സത്യത്തിൽ 2 ഉള്ളൂ. അത് സിംഗിൾ കോട്ട്, അതിന്റെ ലോങ് കോട്ട്. അതിൽ നല്ല റേറ്റ് വരുന്നത് ലോങ് കോട്ടിനായിരിക്കും അല്ലേ? അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സിംഗിൾ കോട്ട് തന്നെ നല്ല ബെഡ് ലൈനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ടെങ്കിൽ ലൈനേജ് അനുസരിച്ച് റേറ്റ് വരും. പിന്നെ ഈ നമ്മളെ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ കളർ ഉണ്ടല്ലോ, ഇപ്പൊ ലിവർ ആൻഡ് ടാന്, പിന്നെ ബ്ലാക്ക് ആൻഡ് ടാന്, പിന്നെ അതേപോലെ പ്യുവർ വൈറ്റ്, പ്യുവർ ബ്ലാക്ക്. അതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ബ്ലാക്ക് ആൻഡ് ടാൻ അല്ലേ? പിന്നെ ഈ വൈറ്റ് വരുന്നത് അത് നമുക്കിവിടെ സുലഭമായിട്ടില്ല. വൈറ്റ് ഉണ്ട്, ഫുൾ ബ്ലാക്കും ഉണ്ട്. ഫുൾ ബ്ലാക്കും ഇവിടെ അങ്ങനെ അധികമില്ല. എന്നാലും സാധനം ഉണ്ട്, റയർ ആയിട്ടുണ്ട്. ഇപ്പം ചില കസ്റ്റമേഴ്സ് വിളിച്ച് അതിന് വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഇയർ എന്ന് പറയുമ്പോൾ നല്ല ഷാർപ്പായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഇപ്പം ചില പപ്പീസിന്റെ ഇപ്പം 6 മാസം കറക്റ്റ് എത്ര സമയം എടുക്കും ഈ ഒരു ഇയർ കറക്റ്റ് ലെവലായിട്ട് വരാനായിട്ട്? അത് ചില പപ്പീസിന് ഒരു 90 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഡെവലപ്പ് ആവും. ചിലത് 10 മാസം 12 മാസം നല്ല ഡിലേ ആവും. അത് എനിക്ക് അതിന്റെ വ്യക്തിപരമായ കാര്യം അറിയത്തില്ല. അത് ഹെറിഡിറ്ററി അല്ലേ, എന്തോന്ന് അറിയത്തില്ല. പിന്നെ അതേപോലെ ഈ ഇയർ ബെൻഡ് ആയി കഴിഞ്ഞാൽ ചിലൊരു ക്രോസ് ബീഡാന്ന് പറയത്തില്ലേ? അത് ക്രോസ് ബീഡ് അല്ലാതെ ചിലപ്പോൾ ഫാറ്റ് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാകുന്നത്. ഫാറ്റ് കൂടിയിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളിപ്പോ ഈ പപ്പിനെ എടുക്കുന്ന സമയത്ത് എന്താണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ഒരു 5-6 പപ്പി ഉള്ളതിൽ അതിനകത്ത് ഏതായിരിക്കും നല്ലതെന്നുള്ളത് ചൂസ് ചെയ്യുന്നത്? ആക്റ്റീവ് ആയിട്ടുള്ള നോക്കി എടുക്കണം. ആക്റ്റീവായിട്ടല്ല, ആദ്യം അതിന്റെ മദർ സൈഡ് നോക്കുക. മദർ സൈഡ് വരുന്ന കസ്റ്റമറിന് മദറിനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പപ്പിനെ ധൈര്യത്തെ എടുക്കുക. മദർ മോശമാണ്, ഫാദർ മാത്രം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദറും കൂടെ ആ മെയിലിന് ഒത്ത പേരാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തൊരു കുട്ടിനെ നമുക്ക് പ്രതീക്ഷിച്ചോട് വളർത്താൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫാദർ നല്ലതായിരിക്കാം, മദർ ഒരു സാധാ ഷെപ്പേർഡാണെങ്കിൽ ആ കുട്ടി എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ഫാദർ വരാം. 70% മദറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്, 30% ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരത്തുള്ളൂ.
അതുകൊണ്ട് പപ്പീനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മദറിന്റെ ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടേ നമ്മൾ എടുക്കാവൂ അല്ലേ? ഈ ജർമ്മൻ ഷെപ്പേർഡ് ഇപ്പൊ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങുമോ? എങ്ങനെ ഫാമിലി ഡോഗ് ആണോ? ജർമ്മൻ ഷെപ്പേർഡ് എന്നല്ല, എല്ലാ ഡോഗും എല്ലാവരുമായിട്ടും കമ്പനിയാകും. നമ്മൾ വളർത്തുന്ന ആ ഒരു സാഹചര്യം അനുബന്ധിച്ചിരിക്കും. നമ്മൾ ആരെയും കാണിക്കാതെ കൂടിന് മാത്രം വിട്ട് അല്ലെങ്കിൽ കൂടിന് ബാക്ക് സൈഡിൽ ഒരു കൂട് സെറ്റ് ചെയ്തിട്ട് ഡോഗിനെ വളർത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക് അഗ്രസീവ് ആയി പോകും. നമ്മൾ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത്, അതായത് നമ്മൾ ലീഷ് വാക്കിങ്ങിന് കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരുന്നവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെ ആരെയും ഉപദ്രവിക്കത്തില്ല. ജർമ്മൻ ഷെപ്പേർഡ് അല്ല, ഒരു ഡോഗും അങ്ങനെ ഉപദ്രവിക്കത്തില്ല. നമ്മൾ വളർത്തുന്ന രീതിയാണ് ഇത്. ആ വളർത്തുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡോഗിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാ? കുട്ടികളായിട്ട് ഇവിടുത്തെ എല്ലാരും കുട്ടികളുമായിട്ട് സെറ്റാണ്. എന്റെ ഒരു കടിക്കുന്ന ഡോഗുണ്ട്, അതുപോലും എന്റെ ഇളയ മോനുമായിട്ട് കമ്പനിയാണ്. അവനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ വേറെ എല്ലാവരുമായിട്ടും അത് ടെററായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ കുഞ്ഞിനോട് അതിന് കമ്പനിയാണ്. അഗ്രഷൻ ഒന്നും ഇല്ല, അവനോട് അഗ്രഷൻ ഒന്നും ഇല്ല. കൊച്ചു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അവൻ ആ ഡോഗ് വന്നതിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞിനെ ജനിച്ച നാൾ തൊട്ട് കാണുന്നുണ്ട്. അവനുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫുഡ് നമ്മൾ 2 നേരമാണ് ഫീഡ് ചെയ്യുന്നത്. ഒരു നേരം ഡ്രൈ ഫുഡും ഒരു നേരം ചോറും, ചിക്കനോ ചോറിന്റെ കൂടെ മീനോ ചോറിന്റെ കൂടെ ബീഫിന്റെ എന്തെങ്കിലോ, അങ്ങനെ 2 നേരം ഫീഡിങ്. ഈ ചിക്കനും മീനും ഒക്കെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ പപ്പീസ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തുവാ നമ്മൾ ഫീഡ് ചെയ്യുന്നത്? പപ്പീസിന് നമ്മൾ റോയൽ കാന്റെ സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്, മാക്സി സ്റ്റാർട്ടർ. പിന്നെ അതിന്റെ കൂടെ ഇപ്പം കുറച്ചും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചോറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു 45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറിന്റെ ഇത് കൊടുക്കാൻ തുടങ്ങും. പിന്നെ വാക്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? വാക്സിൻ നമ്മൾ 45 ദിവസം ആകുമ്പോഴാണ് നോർമൽ വാക്സിൻ എടുക്കുന്നത്, പ്രതിരോധ വാക്സിൻ എടുക്കുന്നത്. അതിനുശേഷം 90 ദിവസം കഴിയുമ്പോഴാണ് മറ്റേ പേവിഷബാധയുടെ വാക്സിൻ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഡോഗ് ഇതിന്റെ പപ്പിയാണ്, മോളാണ്. 9 മാസം പ്രായം. 9 മാസം. അത് നിർത്തിയേക്കാണോ അതോ ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുക? ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്മൾ ഈ കാണുന്ന മെയിലിന്റെ ഡോട്ടറിനെയാണോ നിങ്ങൾ കാണുന്നത്? 9 മാസമായി. ഇതിപ്പോ ഹോൾഡ് ചെയ്തത് ആ ഉള്ള പപ്പീസിന് നല്ലൊരു പപ്പി ആയതുകൊണ്ടാണോ ഹോൾഡ് ചെയ്തത്? ആ പപ്പീസില് ആ ഒരു ലിറ്ററില് ഏറ്റവും ചെറിയ പപ്പിനെ നമ്മൾ നിർത്തിയതാ. ചെറിയ പപ്പീനെ പോകാത്തതുകൊണ്ട് ചെറുതായിട്ട് ആരും മേടിച്ചില്ല, അങ്ങനെ നമ്മൾ വീട്ടിൽ നിർത്തിയതാ. പക്ഷെ വലുതായപ്പോ ആളെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ബേസ്. 9 മാസം ആയപ്പോ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഗ്രോത്തും ഉണ്ട്, നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട്, നല്ല ഹെഡ് പ്രൊഫൈൽ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു പപ്പിയാണ്. ഇപ്പൊ നമ്മള് പപ്പീസിനെ കാണുന്നതിൽ കൂട്ടത്തിൽ ചെറുതാന്ന് വെച്ചാൽ ചിലപ്പം നമ്മള് കസ്റ്റമേഴ്സ് എടുക്കാതിരുന്നാൽ ചിലപ്പോ അതായിരിക്കും വലുതാകുമ്പോ ഏറ്റവും നല്ലതായിട്ട് അതായിരിക്കും. കാഴ്ചയിൽ ചെറുതാന്ന് വിചാരിച്ച ആൾക്കാര് തള്ളിക്കളയും. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഡോഗിന്റെ പേരെന്താ? ഇതിന്റെ പേര് ജൂലി. അപ്പം ജൂലി ഷോർട്ട് കോട്ട് അല്ലേ വരുന്നത്? ജൂലിയാണ് ഷോർട്ട് കോട്ടാണ്. ജൂലിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ? ജൂലി ഇപ്പൊ നമ്മള് മേറ്റ് ചെയ്തിട്ടേക്കാണ്. ഏകദേശം ഒരു ജനുവരി 22-നൊക്കെ പ്രസവിക്കും. അത് വന്നിട്ട് നമ്മുടെ മറ്റേ കാസ്പർ എന്ന് പറഞ്ഞ ഡോഗുമായിട്ടാണ് മേറ്റ് ചെയ്തേക്കുന്നത്. 2 നല്ല ബെഡ് ലൈനിലുള്ള ഡോഗ്സ് ആണ്. നല്ല കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹെഡ് പ്രൊഫൈലിലും ആംഗുലേഷനിലും നല്ല കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാസ്പർ ലോങ് കോട്ട് ആണോ? കാസ്പർ ലോങ് കോട്ട് കാറ്റഗറിയിലുള്ള ഡോഗാണ്. ലോങ് കോട്ട്. അപ്പം ജൂലി ഷോർട്ട് കോട്ടും കാസ്പർ ലോങ് കോട്ടും ആകുമ്പോൾ കുട്ടികള് ഈ ആൾക്കാർ പറയുന്ന മീഡിയം കോട്ട് ആ ഒരു ചിലപ്പോൾ ആ ലെവൽ വരാം, അല്ലെങ്കിൽ മദർ സൈഡ് വരാം, അല്ലെങ്കിൽ ഫാദർ സൈഡ് വരാം. ഇതിന് നടുക്ക് വരുന്നതാണ് ഈ മീഡിയം കോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് KCA അംഗീകരിച്ചിട്ടുമില്ല. ഇപ്പൊ ഈ കൺസീവ് ആയി നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഫീമെയിലിന്റെ ഷോർട്ട് കോട്ട് പപ്പീസിന് എങ്ങനെയായിരിക്കും ഏകദേശം റേറ്റ് വരിക? ഷോർട്ട് കോട്ട് പപ്പി വിത്ത് KCA കൊടുക്കുന്നെങ്കിൽ നമ്മളൊരു 15 ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. 15 to 20 ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. ലോങ് കോട്ട് ആണെങ്കിൽ അത് നമുക്ക് പപ്പീനെ 100% ലോങ് കോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. മദർ സൈഡ് ഷോർട്ട് ആയതുകൊണ്ട് ഏകദേശം ആ ഒരു റേറ്റിലായിരിക്കും വരിക അല്ലേ? വിത്ത് കേസ് 20 സ്റ്റാർട്ടിംഗ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് ആണെങ്കിൽ 15 സ്റ്റാർട്ടിംഗ്. അപ്പം എന്തായാലും പപ്പീസ് മേടിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ ചേട്ടന്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ മാസം തന്നെ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്മളെ നല്ല കിഡിലൻ ഷോർട്ട് കോട്ട് ജൂലിയുടെ കുട്ടികൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കുട്ടികൾ ഗ്യാരണ്ടി ബേസ് സൂപ്പർ കുട്ടികളായിരിക്കും. ക്വാളിറ്റി ബേസ് 100% ഗ്യാരണ്ടി. കാരണം ഫാദർ സൈഡ് മദർ സൈഡ് നല്ല കിഡിലൻ നല്ല ബെഡ് ലൈനിലുള്ളതാണ് ആയതുകൊണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്
ഇത് എന്റെ ആദ്യത്തെ മെയില്, പേര് ബ്ലാക്കി. ആളാണ് കുറച്ച് അഗ്രസീവ്. ഈ ആളാണ് കുറച്ച് അഗ്രസീവ്. ഇവനെ എത്ര വയസ്സായപ്പോഴാണ് എടുത്തത്? ഇവനെ ഒരു 1.25-2 വയസ്സിന് അടുപ്പിച്ചെടുത്തത്. എവിടുന്നായിരുന്നു കൊണ്ടുവന്നേ? ഇവന് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന്. ഇവന്റെ നമ്മള് പപ്പീസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? ഇവന് ഇവിടെ എന്റെ വന്നിട്ട് ഒരു 250 പരം പപ്പി ഇവന്റെ മാത്രമായിട്ട് നമ്മുടെ വീട്ടിലല്ല, പുറത്ത് സ്റ്റഡിങ് കൊടുത്ത് 250 പരം പപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവന്റെ കൺസീവ് ആയിട്ടൊരു 2 ഫീമെയിൽ നിപ്പുണ്ട്. അത് ഇവിടെ തന്നെ ഉള്ളതാണോ? നമ്മുടെ വീട്ടിലല്ല, പുറത്ത്. ഇപ്പം ഉള്ള ഡോഗ്സിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ആളെയാണ് നിങ്ങൾ കാണുന്ന. പേര് ബ്ലാക്കി എന്നാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഇവനെ കുറിച്ചിട്ട്. അപ്പം ആള് വേറെ ആരെ അടുപ്പിക്കത്തില്ല. ഓണർ, അതായത് നമ്മളെ ജിനിച്ചേട്ടനുമായിട്ട് മാത്രമേ ആൾ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കത്തുള്ളൂ. വേറെ ആരുടെ അടുത്ത് പോയാലും ആൾ കടിക്കും. അങ്ങനെയാണ് ആളുടെ സ്വഭാവം. നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ട കാസ്പറും ഇപ്പൊ ഈ കാണുന്ന ബ്ലാക്കിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ? കാസ്പർ വന്നിട്ട് ഷോ ക്വാളിറ്റി ഡോഗ് ആണ്. ഇത് വന്നിട്ട് ഹ്യൂജ് ടൈപ്പ് ഡോഗ് ആണ്. അവന്റെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്, ഇവന്റെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. പിന്നെ കളറിനകത്ത് വ്യത്യാസമുണ്ട്, ഹെഡിനകത്ത് വ്യത്യാസമുണ്ട്. രണ്ടും 2 ടൈപ്പാണ്. ഒന്ന് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന ഒരു ഡോഗ്, ഷോ ക്വാളിറ്റി ഡോഗ്സ് എല്ലാവരുമായിട്ടും കമ്പനി ആയിരിക്കും. അങ്ങനെ അഗ്രസീവ് വളരെ 100-ൽ 1-2 കാണത്തുള്ളൂ ഈ ഷോ ക്വാളിറ്റി അല്ലെങ്കിൽ ഷോയ്ക്ക് പെർഫോം ചെയ്യുന്ന ഡോഗ്. ഇത് നമ്മുടെ പെറ്റ് ക്വാളിറ്റിയിൽ ഹ്യൂജ് ടൈപ്പ് ഡോഗാണ്. ഇത് നല്ല അഗ്രസീവ് ആണ്. വീട്ടിൽ ഞാൻ മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഇല്ലാത്തപ്പം വൈഫ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വലിയ ശല്യമായിട്ട്, ഞാൻ ഇല്ലെങ്കിൽ വലിയ ശല്യമായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ വേറെ ആരുടെ പോത്തില്ല. അതായത് വൺ മാൻ. അത് തന്നെ. ഒരു ഓണറുമായിട്ട് മാത്രമേ അടുപ്പുള്ളൂ. വേറെ ആരുമായിട്ടും അങ്ങനെ കമ്പനിക്ക് പുള്ളിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ വീട്ടില് വന്ന ആരെങ്കിലും കടിച്ച് അങ്ങനെ വല്ല ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? എന്റെ വൈഫിനെ കടിച്ചാ. ആണോ? അപ്പം ആൾക്ക് പൊതുവെ ലൈനിൽ ആ ഒരു അഗ്രസീവ് നേച്ചർ ഉണ്ട്. പിന്നെ ആളുടെ പപ്പീസ് എങ്ങനെയാ റേറ്റ് വരുന്നത് ബ്ലാക്കിയുടെ? നമ്മള് ഇവന്റെ പപ്പീസ് സ്റ്റാർട്ടിങ് 15 രൂപ കൊടുക്കുന്നത്. ഫീമെയിലിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിലക്കകത്ത് മാറ്റം വരും. എന്നാലും സ്റ്റാർട്ടിങ് വരുമ്പോൾ 15 തന്നെ. സ്റ്റാർട്ടിങ് 15 രൂപ തൊട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതിനും കുറച്ച് കൊടുത്തിട്ടില്ലെന്നല്ല, കൊടുത്തിട്ടുണ്ട്. ഫീമെയിൽ ബേസ് ഫീമെയിലിനെ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വില നിശ്ചയിക്കുന്നത്. പിന്നെ ഇപ്പം ഇവർക്ക് നല്ല ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ ചില സമയത്ത് ഭയങ്കര ഷെഡിങ് ഒക്കെ വരുമല്ലോ. അത് അങ്ങനെ സീസണൽ ആയിട്ടാണോ ഷെഡിങ് വരുന്നത്? അത് നമ്മുടെ മെയിൻ്റെനൻസ് കുറവിന്റെയാണ് ഷെഡിങ് കൂടുതലായിട്ട് കാണിക്കുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് സപ്ലിമെന്റും അതിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെങ്കിൽ ഈ പറയുന്ന പോലെ അടപടലം പൊഴിഞ്ഞു പോകത്തില്ല. നമ്മള് ഒട്ടും നോക്കാതിട്ടേക്കുന്ന സ്ഥലത്താണ് ഭയങ്കരമായിട്ട് നമ്മൾ ഒട്ടും നോട്ടക്കുറവ് കിടക്കുന്നതാണ് 2 ടൈം ഷെഡിങ് കാണിക്കുന്നത്. നമ്മൾ നല്ല നോട്ടത്തിൽ കിടക്കുന്ന ഡോഗിന് ഷെഡിങ് ഉണ്ടാകും, എന്നാലും ഈ പറയുന്ന പോലെ ഇതിപ്പം ഇവൻ എങ്ങനെയാ കോമ്പിങ് ഒക്കെ എങ്ങനെയാ? കോമ്പിങ് ഇവൻ ഒറ്റയ്ക്കുള്ളപ്പോ ഞാൻ ഡെയിലി കോമ്പ് ചെയ്യുമായിരുന്നു. ഇപ്പൊ എണ്ണം കൂടിയപ്പം അത് നടക്കുന്നില്ല. ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ കോമ്പ് ചെയ്യും. പിന്നെ ഇവരെ കുളിപ്പിക്കുന്ന കേസൊക്കെ? ഞാൻ ആഴ്ച 1 ദിവസം കുളിപ്പിക്കും. എല്ലാ സൺഡേയിലും കുളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ ജർമ്മൻ ഷെപ്പേർഡിന് പൊതുവെ ഈ ഹിപ്പ് ഡിപ്ലേഷ്യ കണ്ടുവരുന്നുണ്ടല്ലോ, അതെങ്ങനെയാ സംഭവം? അത് കാൽസ്യത്തിന്റെ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മള് ടൈൽസേലും ഗ്രാനൈറ്റിലൊക്കെ പപ്പീനെ കൊണ്ടിടുമ്പോ വീട്ടുകാർക്ക് അറിയത്തില്ല, അവര് പെരക്കകത്ത് തന്നെ ടൈൽസേലും ഗ്രാനൈറ്റിലും ഇട്ടിടുമ്പോൾ തണുപ്പടിച്ചിട്ട് ഉണ്ടാകാമെന്നാണ് പറയുന്നത്. ഇതൊന്നും നമ്മള് ഡോക്ടറല്ല, പറഞ്ഞ മാത്രമുള്ള അറിവ് മാത്രമാണ്. ഈ ടൈൽസിലാകുമ്പോഴത്തേക്ക് ബാക്കിൽ ഇങ്ങനെ ചെറുതായിട്ട് നടന്നു പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം പിന്നീട് അത് പ്രശ്നമായിട്ട് വരും. ഇപ്പം ആൾക്കാർ പപ്പിക്കൊക്കെ വേണ്ടിട്ട് എൻക്വയറി ചെയ്യുമ്പോ എങ്ങനെയാ, ഷോർട്ട് കട്ടാണോ ലോങ് കട്ടാണോ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? ഏറ്റവും കൂടുതൽ വിളി വരുന്നത്, എൻക്വയറി വരുന്നത് ലോങ് കോട്ട് പപ്പി ഉണ്ടോന്നാണ്. പക്ഷെ അവർക്ക് ആവശ്യം ക്വാളിറ്റി ബേസ് അല്ല ആരും ചോദിക്കുന്നത്, ഇവരെല്ലാം ബഡ്ജറ്റ് ബേസ് ആണ് ചോദിക്കുന്നത്. അതായത് 7 രൂപയ്ക്ക് പപ്പി ഉണ്ടോ, 8 രൂപയ്ക്ക് പപ്പി ഉണ്ടോ, അവിടെ ഇന്ന കടയിൽ ഇത്ര രൂപയ്ക്ക് പപ്പി കിടപ്പുണ്ടല്ലോ, നിങ്ങളുടെ പപ്പി അവരുടെ പപ്പി തമ്മിലത്തെ വ്യത്യാസം എല്ലാം ജർമ്മൻ ഷെപ്പേർഡല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്ര ഒരു ക്വാളിറ്റി ഉള്ള ഡോഗിനെ നല്ല വില കൊടുത്ത് മേടിച്ച് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു കണ്ടീഷൻ നിർത്തണമെങ്കിൽ നമുക്കും നല്ല ചെലവുണ്ട്. പിന്നെ നമ്മൾക്ക് അങ്ങനെ അവര് പറയുന്ന റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് അത്രയും ക്വാളിറ്റി ഉള്ളതാണ് നമ്മളെ കയ്യിലുള്ള ഡോഗ്സ്. പക്ഷെ ഇവരാരും ഡോഗിനെ നേരിട്ട് കാണുന്നില്ലല്ലോ, പടത്തിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. പലയിടത്തുനിന്നും കേട്ട ഒരു വില വെച്ചിട്ട് അവര് പലയിടത്തും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഓപ്പൺ ആയിട്ട് ചിലർ വിലയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വിലയിട്ട് കച്ചവടം ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് ആ വിലക്കിട്ട് കൊടുക്കാനും പറ്റത്തില്ല. പിന്നെ ഈ 5000 രൂപ 6000 രൂപയ്ക്ക് മേടിച്ചോണ്ട് പോകുന്ന പപ്പി
ലോങ് കോട്ട് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അത് വളർന്നു വരുമ്പോഴേ അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാനും പറ്റത്തില്ല. ഒരു 8 മാസമൊക്കെ കഴിയുമ്പോൾ ഇവര് 6,000 രൂപയ്ക്ക് മേടിച്ച് 7,000 രൂപയ്ക്ക് മേടിക്കുന്നതൊക്കെ ചിലപ്പോൾ റോഡ് സൈഡിലോ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്ന നമുക്ക് ചിലപ്പോൾ നിർഭാഗ്യവശാൽ കാണേണ്ടി വരും. ആദ്യമത്തെ ആ ഒരു സൗന്ദര്യം പപ്പി സ്റ്റേജിൽ കാണുന്ന ഒരു സൗന്ദര്യം ഈ അഡൽറ്റ് വരുമ്പോൾ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ആ പപ്പി ക്വാളിറ്റി ബേസ് കാണിക്കത്തില്ല. അന്നേരം പിന്നെ ഈ ഇമ്പോർട്ടൊക്കെ 25 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം 5 ലക്ഷത്തിന് മേടിച്ചോണ്ട് വരുന്ന ഒരു 10 രൂപയ്ക്ക് ഒപ്പേ കൊടുക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും പറ്റത്തില്ല. അന്നേരം അവരുടെ അവര് മുടക്കിയ കാശിന്റെ അവർക്ക് പ്രയോജനം വേണം. അതേപോലെ തന്നെ ലൈൻസും ഇത്ര ലൈൻസിനാണല്ലോ വില വരുന്നത്. ബെഡ്ലൈനിലാണല്ലോ വില വരുന്നത്. അന്നേരം ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. ബെഡ്ലൈനിൽ നല്ല ഫീമെയിൽ നല്ല പേരൻസിന്റെ കുട്ടികൾക്ക് നല്ല വില കൊടുത്ത് തന്നെ മേടിച്ചാല് നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ബ്ലാക്കിന്റെ ഏതെങ്കിലും കുട്ടികൾ വല്ല നിപ്പുണ്ടോ? നമ്മുടെ വീട്ടിലൊരു കുട്ടി നിപ്പുണ്ട്. പിന്നെ അല്ലാതെ ഇഷ്ടംപോലെ കുട്ടികൾ ഈ പരിസരത്ത് തന്നെ നിപ്പുണ്ട്. ആ ചോട്ടോസ് വ്ലോഗില് കാണുന്ന ലിയോ ഇവന്റെ കുട്ടിയാ. ലിയോ ശരി, ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവന്റെ കുട്ടിയാ. പിന്നെ ലേസ് വീഡിയോ കാണുന്ന ആ ഒരു ഫീമെയില് അതുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ ഇവന്റെ കുട്ടികൾ ഇപ്പൊ ഉണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് നല്ല ഹെയർ ആയിട്ടുള്ള ബ്രീഡ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്കിൻ ഡിസീസും ഇവർക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാനും പാടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? സ്കിൻ ഡിസീസ് അല്ല, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് ഡോഗുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് ഡോഗ് അവിടെ തന്നെ നക്കുവോ അല്ലെങ്കിൽ ചൊറിയോ ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ചാല് അന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മള് ഡോഗിനോടുള്ള ശ്രദ്ധ കുറയുന്നത്, അതായത് കൂട്ടിക്കൊണ്ടിടുന്നു, കൂട്ടി ആഹാരം വെച്ച് കൊടുക്കുന്നു, ആ ഒരു പരിപാടി ആകുമ്പോഴാണ് നമ്മൾ ഇത് കാണാത്തത്. നമ്മൾ അതിനുമായിട്ട് എന്നും മിങ്കിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ദിവസം മാക്സിമം കാണാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ രാവിലെ കാണാൻ പറ്റും, അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡോഗ് ഒന്നീ നക്കും അല്ലെങ്കിൽ ചൊറിയും. ആ ഭാഗം നമ്മളൊന്ന് നോക്കാമെങ്കിൽ എന്താ സംഭവം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഒക്കെ പറ്റും. അല്ല നമ്മൾ കാണാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് പഴുത്ത് സ്മെല്ലാകുമ്പോഴായിരിക്കും അറിയുന്നത്. അത് പിന്നെ നമുക്ക് ഒട്ടും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ ഏതൊരു ഡോഗ് ആയാലും നമ്മൾ അതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഡോഗിന്റെ എന്ത് അസുഖത്തെ നമുക്ക് റിക്കവറി ആക്കി എടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ ബ്രീഡിനെ മേടിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് അവരുമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവരുമായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്താൽ അവർക്കുള്ള പ്രശ്നങ്ങളും കുറയും. ഈ ജർമ്മൻ ഷെപ്പേർഡ് പോലത്തെ നല്ല ഹെവി ആയിട്ടുള്ള ബ്രീഡ്സിനെ നമ്മൾ ഈ പെൺപിള്ളേർക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. നമ്മൾ ആ പപ്പി സ്റ്റേജിൽ അതിനെ വളർത്തുന്ന പോലെ ഇരിക്കും. നമ്മൾ ആരും കാണാതെ പെരക്കകത്ത് കൊണ്ടിട്ട് വളർത്തുക, അല്ലെങ്കിൽ പെരയുടെ പുറകിലോ കൊണ്ടിട്ട് വളർത്തി കഴിഞ്ഞാൽ ഡോഗ് ഓട്ടോമാറ്റിക് അഗ്രസീവ് ആവും. ആ രീതിയിലായി പോകും. നമ്മൾ അതിനെ നടത്താൻ കൊണ്ടുപോവാ, അതിനെ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുവാണെങ്കിൽ ആ ഡോഗ് ആരെയും കടിക്കത്തില്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മുടെ വീട്ടിലെ മറ്റേ ഡോഗിനെ എന്റെ വൈഫ് ഇറക്കും. ഇപ്പൊ ഇയാള് തന്നെ പിടിച്ചില്ലേ? ഞാൻ പിടിച്ച്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അന്നേരം അത് നമ്മൾ വളർത്തുന്ന സാഹചര്യമാണ്. ഇത് 100% അഗ്രസീവ് ആണ്. നമ്മൾ അഡൽറ്റിലെ മേടിച്ചാണ്. അന്നേരം പിന്നെ അവന്റെ ആ ഒരു നേച്ചർ അങ്ങനെയാണെന്ന് അവര് പറഞ്ഞിട്ട് തന്നെ തന്നത്. പിന്നെ നമുക്കത് മാറ്റാനും പറ്റിയിട്ടില്ല. അപ്പൊ ഈ മേടിക്കാൻ പോയ സമയത്ത് അഗ്രഷൻ കാണിച്ചിരുന്നോ? ഇല്ല, നമ്മള് ഊട്ടിയിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങോട്ട് ചെയ്തതാണ്. അപ്പൊ അത് ഇറക്കിയ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ? അന്ന് നമ്മൾ പട്ടിയുടെ കടി കൊണ്ടിട്ടില്ല. അന്നേരം നമുക്ക് അറിയത്തില്ലായിരുന്നു പട്ടിയുടെ കടിക്ക് ഇത്രയും പവർ ഉണ്ടെന്നുള്ളത്. പിന്നീട് കടി മേടിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇത് ആച്ചാ കളിയല്ലെന്നുള്ള കാര്യം. അപ്പൊ ആദ്യമേ ഇറക്കിയിട്ട് പിന്നെ എങ്ങനെ ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡോഗിന് ഇത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കി എടുത്തത്? അത് അത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോ അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടോ അന്നേരം അതിന് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ യജമാനം മാറി എന്നുള്ള കാര്യം. ഡോഗിന് ഓട്ടോമാറ്റിക് മനസ്സിലായിട്ടുണ്ടാവും. എന്തോ ഭാഗ്യവശാൽ അഴിക്കാൻ പറ്റി. അന്നോട്ട് ഇന്ന് വരെ നമ്മുടെ കൈക്ക് നിൽക്കുന്നു. പിന്നെ വേറെ ആരുമായിട്ട് അധികം അറ്റാച്ച് ഇല്ല. അത് ഇപ്പം ഈ പറഞ്ഞതുപോലെ കൊച്ചിലെ തൊട്ട് നമുക്ക് കിട്ടാതെ അഡൽട്ട് സ്റ്റേജിൽ തന്നെ അവര് വളർത്തി അഗ്രസീവ് ആയി പോയതുകൊണ്ടാണ് ഉള്ളൊരു മിസ്റ്റേക്ക് ആണ് സംഭവിച്ചത്. നമ്മുടെ വീട്ടിലെ ബാക്കി ഡോഗിനെ എല്ലാം കാണിച്ചില്ലേ, ആരും ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇവ മാത്രമേ ഉള്ളൂ മേടിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇവൻ അഗ്രസീവ് ആണെന്ന്. അങ്ങനെ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ആദ്യമേ വന്നപ്പോ തന്നെ ആള് ഓണറിനെ മനസ്സിലാക്കി. പിന്നെ വേറെ ആരുമായിട്ട് അറ്റാച്ച് ഇല്ല. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അറിവിൽ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിലും അതുപോലെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്താൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. താങ്ക്